Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ആ മാജിക് ബോ അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരുള്ളത് ആ ഹൈപ്പർബോളിക് ടൈം ചേംബറിലാണെന്ന് മനസ്സിലാക്കി ഇപ്പൊ പിക്കലോയോടൊപ്പം അവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. പിക്കലോ ആണെങ്കിൽ മാക്സിമം അവർക്ക് ട്രെയിനിങ് എടുക്കാനുള്ള സമയം കൊടുത്തുകൊണ്ട് അവനെ ഡിലേ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇനിയും വൈകിപ്പിച്ച അവന്റെ കൺട്രോൾ ഇത് പോകുന്നു മനസ്സിലാക്കിയ പിക്കലോ ആണെങ്കിൽ അവനെ എത്രയും വേഗം തന്നെ ടൈം ചേംബറിലേക്ക് കൊണ്ടുപോകും. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചെക്കന്മാർ ട്രങ്ക്സും ഗോട്ടനും അവരവരുടെ ഫ്യൂഷൻ ടെക്നിക്ക് അത് ഓൾമോസ്റ്റ് ട്രെയിനിങ് ഒക്കെ എടുത്തു കഴിഞ്ഞ് ആ ഒരു മാജിക് ബൂവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മാജിക് ബൂവിനെ കാണേണ്ട താമസം അവർ ഓർഡിനറിയായി ആ ഒരു ഫ്യൂഷൻ പവർ അതുപയോഗിച്ച് കമ്പൈനായി അറ്റാക്ക് ചെയ്യും. പിക്കലോ ആണെങ്കിൽ അത് കണ്ട് ഷോക്ക് ആവും. ഇവർ രണ്ടുപേര് സൂപ്പർ സൈൻ പവറിലേക്ക് പോവാതെ എന്തുകൊണ്ടാണ് ഈ ഫ്യൂഷൻ ടെക്നിക്ക് ഇത് യൂസ് ചെയ്യുന്നത്? ഈ ഒരു പവർ വെച്ച് അവർക്ക് ആ മാജിക് ബൂവിനെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല, പ്ലാനുകളെല്ലാം തകർന്നു പോവുകയാണെന്ന് തോന്നുന്നു പറഞ്ഞ് അവനാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുത്തിരിക്കും. ആ സമയത്ത് നമ്മുടെ ചക്കന്മാരാണെങ്കിൽ അദ്ദേഹത്തോട് പറയും, സത്യത്തിൽ ഇത് ഞങ്ങളുടെ ഒരു ടെക്നിക്കാണ്, പോയതുപോലെ ഞങ്ങൾ അഭിനയിക്കും, ഒരുപാട് അടി അവന്റെ കയ്യിൽ നിന്ന് വാങ്ങും, അവസാന സമയം ഞങ്ങൾ ജയിക്കും, അതാണ് ഞങ്ങളുടെ ടെക്നിക്. പിക്കലോ ആണെങ്കിൽ അവരോട് ദേഷ്യപ്പെടും, വെറുതെ സമയം കളയാതെ എങ്ങനെയെങ്കിലും അവനെ തോൽപ്പിക്കാൻ നോക്ക്, അവൻ നിങ്ങൾ കരുതും പോലെ സാധാരണക്കാരനായ ഒരു യോദ്ധാവല്ല. അത് കേട്ട് അവർ വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യും. പക്ഷെ ബോവിനാണെങ്കിൽ കാര്യമായ പരിക്കുകളൊന്നും സംഭവിക്കില്ല. ബോ ആണെങ്കിൽ അവരെ കളിയാക്കും, നിങ്ങളെപ്പോലുള്ള ഇക്കിരി പിള്ളേരോട് ഫൈറ്റ് ചെയ്ത് സമയം കളയാൻ എന്റെ കയ്യിൽ സമയമില്ല എന്ന് പറയും. അത് കേട്ട് അവരാണെങ്കിൽ, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്രകാരം കളിയാക്കും, ഞങ്ങളുടെ യഥാർത്ഥ പോരാട്ടം അത് നീ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവരുടെ സൂപ്പർ സയൻ പവറിലേക്ക് വരും. ഒരു പവർ കാണുമ്പോഴായിരിക്കും ഇവിടെ പിക്കലോ തിരിച്ചറിയുക ഫ്യൂഷന് ശേഷവും സൂപ്പർ സയൻ പവറിലേക്ക് പോകാൻ കഴിയുമെന്ന്. അവരാണെങ്കിൽ അവരുടെ സൂപ്പർ സയൻ പവർ അത് മൾട്ടിപ്പിൾ ചെയ്യുകയാണ്. അതങ്ങനെ ഇരട്ടി വേവ്സിൽ ഒരുപാട് പവർ അങ്ങനെ പുറത്തേക്ക് റിലീസ് ചെയ്ത് അവരങ്ങനെ ടെററായിട്ട് നിൽക്കും. അവരാണെങ്കിൽ ഇപ്പൊ വലിയൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് അത് മാജിക് ബൂവിന് നേരെ അയക്കുകയാണ്. ആ സർക്കിൾ ഉപയോഗിച്ച് ഇപ്പൊ മാജിക് ബൂവിനെ അവരങ്ങനെ ടൈറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ്. അവനതിൽ പെട്ടുവെന്ന് മനസ്സിലാക്കിയ പിക്കലോയ്ക്കും നമ്മുടെ ആൾക്കാർക്കും കോൺഫിഡൻസ് കൂടും. മാജിക് ബൂവിനെ ആണെങ്കിൽ അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയാതെ അവൻ ഉച്ചത്തിൽ അലറും. പക്ഷെ അടുത്ത നിമിഷം തന്നെ ആ സർക്കിൾ ആണെങ്കിൽ ഇപ്പൊ അവൻ തകർത്ത് കളയാണ്. പിക്കലോ ആണെങ്കിൽ അത് കണ്ട് ഞെട്ടും. അവൻ ശരിക്കും ഭയങ്കര കരുത്തനാണ്. ഇവിടെ കോർട്ടെക്സ് ആണെങ്കിൽ ചിരിക്കും, എന്തുപറ്റി ഇത്രയും വൈകിപ്പോയത്, നിങ്ങളിത് വളരെ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചാണെന്ന് പറയും. ഉടനെ ആ മാജിക് ബൂ ആണെങ്കിൽ അവർക്ക് നേരെ ചാടി വരികയാണ്. അവൻ രണ്ട് കൈ നീട്ടി ആഞ്ഞടിക്കും. ജസ്റ്റ് മിസ്സിന് അവൻ എസ്കേപ്പ് ആവും. പക്ഷേ കിക്കിൽ അവർ രണ്ടുപേരും മുകളിലേക്ക് തെറിച്ചു പോകും. അവനാണെങ്കിൽ പറന്നു വന്ന് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. കോർട്ടെക്സ് ആണെങ്കിൽ താഴേക്ക് തെന്നി മാറുന്ന സമയം അവൻ താഴേക്ക് വന്ന് അവർ ഇടിച്ച് ദൂരേക്ക് തെറിപ്പിച്ചു കളയും. കോർട്ടെക്സ് ആണെങ്കിൽ പിക്കലോയുടെ അടുത്തേക്ക് തെറിച്ച് വരികയാണ്. പിക്കലോയും കോർട്ടെക്സും എല്ലാവരും തെറിച്ചു പോയി ബാത്റൂമിൽ അടിച്ചു വീഴും. അല്പസമയം കഴിഞ്ഞ് ബാത്ത് ടബിൽ നിന്ന് കണ്ണു തുറക്കുകയാണ് നമ്മുടെ ചെക്കൻ കോർട്ടെക്സ്. കോർട്ടെക്സ് ആണെങ്കിൽ ഷവർ ഓഫ് ചെയ്ത് ഇപ്പൊ എന്താ സംഭവിച്ചെന്നറിയാൻ ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും വെള്ളത്തിനടിയിൽ നിന്ന് നമ്മുടെ പിക്കലോ മുകളിലേക്ക് വരിക. വെറുതെ നോക്കി നിൽക്കാതെ അവനുമായിട്ട് പോരാട്, ഇപ്പൊ തന്നെ പുറത്തേക്ക് പോകും. അവരാണെങ്കിൽ ഓടിപ്പോയി അവനോട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കും. മാജിക് ബൂ ആണെങ്കിൽ അവരെ ചവിട്ടി തെറിപ്പിക്കും. അതിനുശേഷം കറങ്ങി വരുന്ന അവരെ ഇടിച്ചു പറത്തുകയാണ്. രണ്ടുപേരും വീണ്ടും പറന്നൊന്ന് അടിക്കാൻ ശ്രമിക്കും. പക്ഷെ രണ്ടുപേരുടെയും തല അങ്ങനെ കൂട്ടിമുട്ടി അത്യാവശ്യം നല്ല രീതിയിൽ പരിക്കുപറ്റി അങ്ങനെ രണ്ട് ഭാഗത്തേക്ക് തെറിച്ചു പോവാണ്. കോർട്ടെക്സിനാണെങ്കിൽ കൺട്രോൾ പോവും. ഇത്രയും നേരവും ഞങ്ങൾ കൺട്രോൾ ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ സുപ്രീം പവർ അത് ഞങ്ങൾ പഠിച്ചെടുക്കാൻ ഒരുപാട് സമയമെടുത്തു. ഇനി ആ പവർ ഉപയോഗിച്ചാണ് ഞങ്ങൾ നിന്നെ നേരിടാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പോൾ വലിയൊരു പവർ, ഒരു മാസീവ് പവർ അതങ്ങനെ റിലീസ് ചെയ്യും. പിക്കലോ ആണെങ്കിൽ പ്രാർത്ഥിക്കും, ദൈവമേ ഇതെങ്കിലും കറക്റ്റ് ആയിട്ട് ഒന്ന് വർക്കൗട്ട് ആയാൽ മതിയായിരുന്നു. അടുത്ത നിമിഷം ഇവിടെ നമ്മുടെ കോർട്ടെക്സ് അവനാണെങ്കിൽ വലിയൊരു പവർ മുകളിലേക്ക് കൊണ്ടുവരികയാണ്. ആ പവറിൽ നിന്ന് ഗോസ്റ്റ് കോർട്ടെക്സ് ആണെങ്കിൽ പുറത്തേക്ക് വരും. അത് കണ്ട് പിക്കലോ ആണെങ്കിൽ ഞെട്ടും, സത്യത്തിൽ ഇവിടെ എന്താ സംഭവിക്കണേ? ആ ഗോസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, ഞാനൊരു പ്രേതമാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത പുറത്ത് നമ്മുടെ ആൾക്കാരാണെങ്കിൽ അകത്ത് നടക്കുന്ന ഫൈറ്റിനെ കുറിച്ച് വളരെ കാര്യമായിട്ട് സംസാരിക്കുകയാണ്. മുട്ടപ്പനാണെങ്കിൽ എന്തായിട്ടുണ്ടാവും? ഇമ്മയ്ക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. അവളാണെങ്കിൽ മുട്ടപ്പനെ കിഴക്കി താഴെ ഇടുകയാണ്. എനിക്ക് എന്റെ ഹാർട്ട് ബീറ്റ് അത് കൂടി വരികയാണ്. പിക്കലോ പറഞ്ഞ് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു. ആ ഫൈറ്റില് ഇൻസിനും കോട്ടനും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അദ്ദേഹം ആ റൂമിന്റെ ഡോർ തകർത്ത് കളയും. അവരെല്ലാവരും അതിനുള്ളിൽ കടന്ന് മരിക്കും. എനിക്കത് ഓർക്കാൻ കൂടെ വയ്യ. ഡണ്ടെ ആണെങ്കിൽ ബുൽമയെ ആശ്വസിപ്പിക്കും, നീ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അഥവാ അവർ മരിച്ചു പോയാലും ഡ്രാഗൺ ബോളിന്റെ സഹായത്താൽ നമുക്ക് അവരെ തിരികെ പിടിച്ചൂടെ? അതിന് ബുൽമ പറയും, അമ്മയുടെ വിഷമവും വേദന എന്താണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മരിച്ചു പോകുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ടു നിൽക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല, അങ്ങനെ ചിന്തിക്കാൻ പോലും ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറയും. കട്ട് ചെയ്താ ഇവിടെ കോർട്ടെക്സിന്റെ ഗോസ്റ്റ് ആണെങ്കിൽ അങ്ങനെ എല്ലാവരെയും ഭയപ്പെടുത്തുകയാണ്. എന്തുപറ്റി, ഞങ്ങളെ കണ്ട് ഭയന്നു പോയോ?
ഇവിടെ പിക്കലോയ്ക്കാണെങ്കിൽ അത് കണ്ട് എന്താണെന്ന് മനസ്സിലാവില്ല. സത്യത്തിൽ ഇതൊരു ടെക്നിക്കാണോ, ഇതൊരു നല്ല ടെക്നിക്കാണെന്ന് എനിക്ക് തോന്നുന്ന പോലും ഇല്ല എന്ന് പറയും. അവളുടെ ഗോസ്റ്റിന്റെ പവറാണ് ഇനി നീ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവരുടെ ഗോസ്റ്റിനെ അയക്കുകയാണ്. ആ ഗോസ്റ്റ് ആണെങ്കിൽ പാഞ്ഞു വരും. അത് ക്ലോസ് എത്തേണ്ട താമസം. മാജിക് ബോ ആണെങ്കിൽ അതിന് കിക്ക് ചെയ്യുമെങ്കിലും ഗോസ്റ്റ് ആണെങ്കിൽ സെൽഫ് ഡിസ്ട്രക്ഷൻ പവർ ഉപയോഗിച്ച് അങ്ങനെ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാക്കുകയാണ്. അത് കണ്ട് പിക്കലോയ്ക്ക് ഭയങ്കര സന്തോഷം. പിക്കലോ ആണെങ്കിൽ ഇപ്പോ ആ മാജിക് ബോ അവൻ തകർന്നു വീണത് കണ്ട് ഒരുപാട് ആശ്വസിക്കും. പക്ഷെ അടുത്ത നിമിഷം അവൻ റീജനറേറ്റ് ചെയ്യാൻ നോക്കുന്നത് കണ്ട പിക്കലോ ആണെങ്കിൽ ഇപ്പോ കോട്ടക്സിനോട് വിളിച്ചു പറയും, ഇതേ നോക്കി നിൽക്കാതെ അവനെ തകർത്തുകള, അവൻ റീജനറേറ്റ് ആവാൻ ശ്രമിക്കുകയാണ്. അത് കേട്ട് ഇപ്പൊ ഗോട്ടക്സ് ആണെങ്കിൽ അദ്ദേഹത്തോട് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, അവൻ ഇനി റീജനറേറ്റ് ആവില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ഗോസ്റ്റുകൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാണ്. പിക്കലോയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. ഗോസ്റ്റുകൾ ഇപ്പൊ പുറത്തേക്ക് വന്ന് കോക്കുരൊക്കെ കാണിച്ച് ഓരോ ഗോസ്റ്റുകളും ഓരോ ഭാഗത്തിരിക്കുകയാണ്. ഒരു ഗോസ്റ്റ് ആണെങ്കിൽ കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്. ഉടനെ ഗോട്ടക്സ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, മര്യാദയ്ക്ക് എല്ലാവരും ലൈൻ ബൈ ലൈൻ ആയിട്ട് നിൽക്ക്, നമ്മുടെ അറ്റാക്ക് ചെയ്യുന്ന സമയം അതായി കഴിഞ്ഞു. അത് കേട്ട് ഓരോരോ ഗോസ്റ്റുകളായിട്ട് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഇപ്പൊ ലൈനായിട്ട് നിൽക്കുകയാണ്. ഒരു ഗോസ്റ്റ് ആണെങ്കിൽ അതിന്റെ പുറകിലുള്ള ഗോസ്റ്റിനോട് ദേഷ്യപ്പെടും, നീ എന്തായി ചെയ്യണേ, എന്റെ പുറത്ത് ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് നിനക്കറിയില്ലേ, ടച്ച് ചെയ്താ നീ പൊട്ടിത്തെറിക്കും, ദയവ് ചെയ്ത് ഒരു സേഫ് ഡിസ്റ്റൻസ് അത് മെയിൻറ്റെയിൻ ചെയ്യേ. അതിനുശേഷം പെഡിലുള്ള ഗോസ്റ്റിനാണെങ്കിൽ ഗോട്ടക്സിന് ഒട്ടും ഇഷ്ടപ്പെടില്ല. ഇവനാരാ നമ്മളോട് ഓർഡർ ചെയ്യാൻ, നമ്മളുടെ നേതാക്കളാണോ, ഒരിക്കലും ഇത് ഞാൻ അനുവദിച്ചു കൊടുക്കില്ല, മറ്റുള്ളവരുടെ ഓർഡറിൽ വർക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. വേറൊരു ഗോസ്റ്റ് പറയും, അത് നീ തന്നെയാണ്, സോ മര്യാദയ്ക്കിപ്പോ ഗോട്ടക്സ് പറയുന്നത് കേൾക്കാന്ന് പറഞ്ഞ് അവരെങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഗോട്ടക്സ് ആണെങ്കിൽ അവരെ കൗണ്ട് ചെയ്യും, 1 2 3 4 5 6 7 8 9 10, മൊത്തം 10 ഗോസ്റ്റുകൾ തയ്യാറായി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും പിക്കലോ അവിടേക്ക് വരിക. നിങ്ങൾ എന്തായി ചെയ്യണേ, അവൻ ഓൾറെഡി റീജനറേറ്റ് ആയത് നിങ്ങൾ കണ്ടില്ലേ ചോദിക്കും. അപ്പോഴായിരിക്കും ക്യാമറ സൂം ചെയ്ത് കാണിക്കുക. ഇവിടെ ആ മാജിക് ബോ ആണെങ്കിൽ റീജനറേറ്റ് ചെയ്ത് ഹായ് ആയിട്ട് ഒരു ജ്യൂസ് ഒക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. കോട്ടക്സ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഓ നിനക്ക് ഇത്ര അഹങ്കാരോ, എത്രയും വേഗം നിന്റെ ഈ ഒരു പോസൊക്കെ ഞങ്ങൾ മാറ്റിത്തരും, നീ കുടിച്ച ജ്യൂസ് പോലും നീ പുറത്തേക്ക് ഛർദ്ദിക്കുമെന്ന് പറഞ്ഞ് അവൻ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. മാജിക് ബോ ഇത്തവണ ഞങ്ങൾ തീർച്ചയായിട്ടും നിന്നെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് നമ്പർ 1നോടും 2നോടും അവൻ അറ്റാക്ക് ചെയ്യാൻ പറയും. അവർ രണ്ടുപേരും അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞടുക്കും. പക്ഷെ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി മുകളിലേക്ക് തെന്നി മാറും. നമ്പർ 1ഉം 2ഉം പരസ്പരം കൂട്ടിയിടിച്ച് അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. മാജിക് ബോ ആണെങ്കിൽ നാക്കുകൊണ്ട് കോക്രിയൊക്കെ കാണിക്കും, നീ വീണ്ടും പഴയ ടെക്നിക്ക് തന്നെ ഉപയോഗിക്കുകയാണോ, ഇതുകൊണ്ടൊന്നും കാര്യമില്ല. അത് മനസ്സിലാക്കിയ ഗോട്ടക്സ് ആണെങ്കിൽ എല്ലാവരെയും വിളിച്ച് റൗണ്ട് ചെയ്യിപ്പിച്ച് ഇപ്പൊ അവരോട് പറയും, മാജിക് ബോന്റെ പുറകില് വലിയൊരു മാർക്ക് കണ്ടോ, അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മളെല്ലാവരും ചേർന്ന് അവൻ അറ്റാക്ക് ചെയ്താൽ മാത്രമേ പൂർണ്ണമായിട്ട് അവൻ ഇല്ലാതാക്കാൻ കഴിയൂ. ഇതൊക്കെയാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയം ഇപ്പൊ 2 ഗോസ്റ്റുകൾ പരസ്പരം കൈ കൊടുത്ത് അങ്ങനെ ചില്ല് ചെയ്യാണ്. പക്ഷെ അവർ ഓർക്കാതെ പൊട്ടിത്തെറിച്ചു പോകും. ബാക്കിയുള്ള 4 പേരോട് ഇപ്പൊ ഗോട്ടക്സ് ആണെങ്കിൽ ബുദ്ധിപരമായിട്ട് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറയും. അവർ 4 പേരും വരുന്നത് കണ്ട് മാജിക് ബോ ആണെങ്കിൽ എന്തോ ഒരു ടാറ്റിക്സ് ഒക്കെ ആലോചിച്ച് തയ്യാറെടുത്ത് നിൽക്കും. അത് മനസ്സിലാക്കി അവരാണെങ്കിൽ ക്ലോസ് എത്തേണ്ട താമസം റൗണ്ട് ചെയ്ത് ഇപ്പൊ എന്തോന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്, നീ ഇത് കണ്ടില്ലേ, അത് സ്വീറ്റ്സ് ആണ്, അത് എന്താണെന്ന് ഇതുവരെ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അങ്ങനെ സംസാരിച്ച് അവനെ മാജിക് ബോയുടെ ശ്രദ്ധ അവിടേക്ക് ക്ഷണിക്കും. മാജിക് ബോ ആണെങ്കിൽ പതിയെ നടന്ന് അവരുടെ അടുത്തേക്ക് എത്തും. അടുത്ത നിമിഷം അവരെല്ലാവരും അവനെ റൗണ്ട് ചെയ്ത് അങ്ങനെ കൊട്ടിത്തെറിപ്പിക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം. ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടമായിരിക്കുമെന്ന് പിക്കലോ പറയും. അത് കേട്ട് ഇപ്പോ ഗോട്ടക്സ് ആണെങ്കിൽ അവസാനം ബാക്കിയുള്ള ആ ഒരു ഗോസ്റ്റിനോട് അവന്റെ വായ്ക്കകത്തേക്ക് പോയി പൊട്ടിത്തെറിക്കാൻ പറയും. കേൾക്കേണ്ട താമസം അവസാനത്തെ ആ ഒരു ഗോസ്റ്റ് അത് റീജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ബോവിന്റെ വായ്ക്കകത്തേക്ക് പോയി പൊട്ടി അങ്ങനെ തെറിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ഗോക്കു ആൻ ടീമിനെ കാണിക്കും. ഗോക്കു ആണെങ്കിൽ ഷോക്കാവും. ഇപ്പോ മാജിക് ബോവിന്റെ പവർ അതെനിക്ക് സെൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല, അവൻ മരിച്ചു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ആ കുട്ടികളുടെ ശക്തിയും എനിക്കിപ്പോ സെൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഉടനെ അപ്പാവും പറയും, അവരിപ്പോ ഉള്ളത് ആ ഹൈപ്പർബോളിക് ടൈം ചേംബറിലാണ്, അവരങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അത് മറ്റാരുമല്ല ആ നമുക്കേനാണ്. അത് കേട്ട് ഗോക്കുനാണെങ്കിൽ ഭയങ്കര അത്ഭുതം ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ തന്നെ ആ അപ്പാപ്പനെ നോക്കും. വാവ്, അദ്ദേഹത്തിന്റെ പവർ ശരിക്കും അടിപൊളിയാണ്, ഇത് വെറുതെ ആവില്ലെന്ന് ഇപ്പൊ എനിക്ക് ഉറപ്പുണ്ട്. ഉറപ്പായാലും അദ്ദേഹത്തിന്റെ പവർ കൊണ്ട് ഗോഹാന്റെ പവർ അത് അദ്ദേഹം വർദ്ധിപ്പിക്കും. അത് കേട്ട് ഇപ്പൊ സുപ്രീം കായാണെങ്കിൽ ഗോകുവിനെ നോക്കുകയാണ്. നിങ്ങളും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വയസ്സാവുമ്പോ നിങ്ങളും ആ അപ്പാപ്പനെ പോലെ പവർഫുൾ ആവും. അത് കേട്ട് സുപ്രീം കായ് പറയും, അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഭൂമിക്കുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കട്ട് ചെയ്ത ഇവിടെയാണെങ്കിൽ തെറിച്ച ബോവിന്റെ ബോഡി പാർട്സ് അതങ്ങനെ ഓരോ ഭാഗത്ത് വീണ് കിടക്കുകയാണ്. നമ്മുടെ ഗോട്ടക്സിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. പക്ഷെ പിക്കലോ ആണെങ്കിൽ അവനോട് പറയും, ഇപ്പോഴും അവനെ കൊണ്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയും, അവന്റെ മുറിഞ്ഞു വീണ പീസസുകൾ അത് എത്രയും വേഗം നശിപ്പിച്ചു കളയണം, എങ്കിൽ മാത്രമേ അവനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിയൂ, നിനക്ക് വേണമെങ്കിൽ നിന്നെ സഹായിക്കാം. അതിന് ഗോട്ടക്സ് പറയും, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നു പറഞ്ഞ് അവനാണെങ്കിൽ ആ പീസസ് നശിപ്പിക്കാനായിട്ട് തുടങ്ങും. എനിക്കിനി ഒരു മാസീവ് പവർ കൂടെ ബാക്കിയുണ്ട്, അത് കാണിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് എന്റെ വിഷമെന്ന് പറഞ്ഞ് ഗോട്ടക്സും പിക്കലോയും അവർ രണ്ടുപേരും ചേർന്ന് അതിന്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് നശിപ്പിക്കും. ആണെങ്കിൽ ഗോട്ടക്സിനോട് ചോദിക്കും, നിന്നെ കൊണ്ട്
ഇവനെ നശിപ്പിക്കാൻ കഴിയുമെന്ന് നീ കരുതിയിരുന്നോ? അതിനവൻ പറയും ഇല്ല, പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെന്ന് പറയും. അടുത്ത നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു മാജിക് ബൂ ആണെങ്കിൽ വീണ്ടും റീജനറേറ്റ് ആയിട്ട് വരികയാണ്. അത് കണ്ട് അവർ ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോകുന്നു. നമ്മുടെ എക്സ്പെക്ടേഷൻസ് എല്ലാം തകർന്നടിഞ്ഞിരിക്കുകയാണ്. അവൻ വീണ്ടും ആ പുകയിലൂടെ റീജനറേറ്റ് ചെയ്തു. അവനെ നശിപ്പിച്ച ഉടൻ തന്നെ ഈ ഹൈപ്പർബോളിക് ചേമ്പറിന് പുറത്തേക്ക് പോയി ഇത് നശിപ്പിച്ച് കളഞ്ഞായിരുന്നെങ്കിൽ ഇതുപോലെ വീണ്ടും റീജനറേറ്റ് ചെയ്യില്ലായിരുന്നു. നിന്റെ കയ്യിൽ മറ്റൊരു വലിയ പവർ കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ഒരു അറ്റാക്കിംഗ് സ്റ്റൈൽ ഉപയോഗിച്ച് അവനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റുമോ? ഇത് പറയുന്ന അതേ ഗ്യാപ്പില് മാജിക് ബൂ ആണെങ്കിൽ ഇപ്പോ ഗോർടെക്സിനെ പിടിച്ചു വലിച്ച് അങ്ങനെ നിലത്ത് അറഞ്ചം പുറഞ്ചം അടിക്കുകയാണ്. അടി കിട്ടിയ ആണെങ്കിൽ ബോനോട് പറയും, നീ ഞങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു, സോ ഞങ്ങളുടെ റിയൽ പവർ അതെന്താണെന്ന് നീ കാണാൻ പോവുകയാണ്. അവരത് പറയുന്ന അതേ നിമിഷം വലിയൊരു പൊട്ടിത്തെറി അവിടെ ഉണ്ടാവും. അവിടെ സംഭവിക്കുന്നത് മനസ്സിലാവാതെ ഇപ്പൊ നമ്മുടെ ചെക്കന്മാരും അതുപോലെ പിക്കലോയും പോവും എല്ലാവരും അവിടേക്ക് തന്നെ നോക്കും. ആ നിമിഷം പിക്കലോ ആണെങ്കിൽ ടെററായിട്ട് അങ്ങനെ ടേൺ ചെയ്യും. ഞാനൊരു ബമ്പർ ട്വിസ്റ്റ് ഇപ്പൊ കാണിച്ചു. ഈ ഹൈപ്പർബോളിക് ടൈം ചേമ്പറിന്റെ ഡോറ് ഞാൻ തകർത്തു. ബൂ, നിന്നെ കൊണ്ട് ഇനി പുറത്തേക്ക് പോകാൻ കഴിയില്ല. ഒക്കെയോ മറ്റു ഗ്രഹങ്ങൾക്കോ ഇനി നീ ഒരു വെല്ലുവിളി ആവില്ല. ബൂനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ അല്പം ഭയം തോന്നും. നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ ഞെട്ടും. അതുകൊണ്ട് നമുക്കും കുഴപ്പമുണ്ടാവില്ലേ എന്ന് അവർ പിക്കലോയോട് ചോദിക്കും. പിക്കലോ ആണെങ്കിൽ ടെററായിട്ട് ആ ഒരു ചേമ്പറിൽ വെച്ച് അവന്റെ കഥ കഴിക്കാൻ ഒരുങ്ങുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.